Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. എന്താ അയ്യോ, എന്താ പറഞ്ഞേ? ഞാൻ ചെറുതായി കേട്ടോന്ന് തോന്നുന്നു. എന്നെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം തന്ന മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മോക്ക് ടെസ്റ്റിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മാം. ഒന്നും കൂടി ആക്റ്റീവ് ആണ് കേട്ടോ. കുറച്ച് എനർജി ലെവൽ കുറവാണെന്ന് തോന്നുന്നു. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? കേട്ടോ, കുറച്ചും കൂടി ആക്റ്റീവ് ആണല്ലോ. ഓക്കെ, ചേട്ടപടേന്ന് ഉത്തരം പറയാം എന്തെങ്കിലും ചോദിക്കുമ്പോ. ഓക്കെ മിസ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് OPD അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പേഷ്യന്റ് അങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ? ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്താ? സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഒരാളൊന്ന് പറഞ്ഞേ. സെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ഒരു സ്ഥലത്ത് എല്ലാ സർവീസസും ലഭിക്കുന്നത്. അപ്പൊ മഞ്ജു, ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്താ മഞ്ജു? അനീഷ മ്യൂട്ട് ചെയ്യട്ടെ. അനീഷ. ഓക്കെ മാം. മഞ്ജു ചന്ദ്രൻ, എന്താണ് ഡീസെൻട്രലൈസ്ഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്? എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്താ? എമർജൻസി ഔട്ട് പേഷ്യന്റിന് ജി. എമർജൻസി ഔട്ട് പേഷ്യന്റ് എന്താ? A person given emergency medical care for a condition. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പോണ കേട്ടോ. നിങ്ങളുടെ വിത്ത് യുവർ പെർമിഷൻ, നിങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ട് മൈക്ക് ഓഫ് ചെയ്യുവാണ്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അതൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. മാനേജീരിയൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ.
ഓക്കെ. അപ്പോ ഒ പി ഡിക്ക് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഒ പി ഡിയുടെ ഭാഗമായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതാണ് മാനേജറിയൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഒ പി ഡിക്ക് അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് നിർബന്ധമായിട്ടും അത് കൺസിഡർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാല് പബ്ലിക് റിലേഷൻ ആണ്. ഓക്കെ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് പേഷ്യൻസുമായിട്ടും അവിടെ വരുന്ന വിസിറ്റേഴ്സുമായിട്ടും ഒക്കെ എന്ത് ചെയ്യാം, ഇന്ററാക്ട് ചെയ്യാന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ. ഒരാള് വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, സംസാരിക്കട്ടെ. നമ്മുടെ വീട്ടിലൊരു അതിഥി വരികയാണെന്ന് വിചാരിക്കും, ഒരു ഗസ്റ്റ് വരുവാണ്, നമ്മൾ മിണ്ടാതിരുന്ന എങ്ങനെ ഇരിക്കും? നമ്മളെ കുറിച്ച് നല്ല രീതിയിൽ ഒരു അഭിപ്രായം ഉണ്ടാവോ അവർക്ക്? ഒരിക്കലുമില്ല അല്ലെ? അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആയാലും അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയാലും എന്തുണ്ടാവുക, ഇന്ററാക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എവിടെ ഉണ്ടാവുക, പരസ്പരം അന്യോന്യം ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് പബ്ലിക് റിലേഷൻ. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വാംത്ത് ആണ്. വാംത്ത് എന്ന് പറഞ്ഞാലും ഊഷ്മളത എന്നുള്ളതാണ് കേട്ടോ. അതായത് വരുന്നവരെ നല്ല രീതിയിൽ പരിഗണിക്കുക, അവരെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, വാംത്ത്. ഓക്കെ. തേർഡ് പോയിന്റ് റെസ്പെക്ട് ആണ്. റെസ്പെക്ട് എന്ന് പറയുന്നത് ബഹുമാനമാണ്. ഇപ്പൊ വരുന്ന ആളുകൾ ആരും ആയിക്കോട്ടെ അവരോട് നല്ല രീതിയിൽ പെരുമാറുക, ആവശ്യത്തിന് റെസ്പെക്ട് കൊടുക്കുക. നമുക്കറിയാം, നമ്മള് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവര് നല്ല രീതിയിൽ നമ്മളെ ബഹുമാനിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് തോന്നലുണ്ടാവും അല്ലെ? ഇല്ലേ? ഒരിടത്തുനിന്നും കിട്ടാത്ത ഒരിടത്തുനിന്നും കിട്ടാത്ത റെസ്പെക്ട് ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഉണ്ടാവാറില്ലേ ചില സമയത്ത്? ഇല്ലേ? ചിലപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള റെസ്പെക്ട് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? അപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പേഷ്യന്റ് ആയിട്ടാണ് ചെല്ലുന്നതെങ്കിലും അല്ലെങ്കിൽ വിസിറ്റർ ആയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ കൂടിയും അവിടെ നിന്ന് റെസ്പെക്ട് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവാം, നമ്മൾ ആരൊക്കെയോ ആണ്, എന്തൊക്കെയോ സംഭവം നമ്മളിലുണ്ട്, അതുകൊണ്ടാണ് നമ്മളെ ഇവരിങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അവര് ജോലിക്ക് ചേരുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കും, സ്ഥാപനം പറഞ്ഞു കൊടുക്കും ഇന്ന രീതിയിൽ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ അതിന്റെ ജോലിയുടെ ബേസിലാണ് അത് തരുന്നത്, നമ്മൾക്ക് അവര് റെസ്പെക്ട് തരുന്നത്. പക്ഷെ നമുക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഹാപ്പി ഫീലിംഗ് ആണ് ഉണ്ടാക്കുക. അപ്പൊ റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യം ഒ പി ഡിയിൽ ഉണ്ട്. ദെൻ മിനിമം വെയിറ്റിംഗ്, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരിക്കലും ഇഷ്ടമല്ല, അത് ആരായാലും ആർക്കും തന്നെ സമയമില്ല ഇപ്പോഴത്തെ കാലത്ത് അല്ലെ, ഇരിക്കാനോ എല്ലാത്തിനും സമയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും അധികമായിട്ട് സ്പെൻഡ് ചെയ്താല് ചിലപ്പോ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോ നമ്മള് ചില സമയത്ത് ഹോസ്പിറ്റലിൽ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ വൈകിട്ടായിരിക്കും തിരിച്ചു വരിക. ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പേഷ്യൻസിന് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇത് കൂടുതൽ വെയിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ മിനിമം വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഒ പി ഡിയുടെ മാനേജീരിയൽ കൺസിഡറേഷനിൽ വരുന്നതാണ്. അതായത് ആളുകളെ കുറച്ച് മാത്രം വെയിറ്റ് ചെയ്യിപ്പിക്കുക, കുറച്ച് സമയത്തിനുള്ളിൽ കൺസൾട്ടേഷൻ നടത്തുക, ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കുക, മറ്റു ടെസ്റ്റുകൾ ചെയ്യുക, തിരിച്ചു പോവുക. അത് മിനിമം വെയിറ്റിംഗിലായിരിക്കണം. നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ ഇതിനകത്ത്, ഇല്ലേ? എത്ര പേര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്? നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് ആയിരിക്കും നമ്മൾ അവിടെ ചെല്ലുന്നേ. ഏർലി മോർണിംഗ് ചെന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഒ പി ടിക്കറ്റ് കിട്ടുക അല്ലെ. ഒ പി ടിക്കറ്റ് എടുത്ത് ചിലപ്പോ ഒരു 5 മണിക്കോ 6 മണിക്കോ ഒക്കെ ചെന്നിട്ടായിരിക്കും ഒ പി ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ നമ്പർ ആയിരിക്കുമല്ലോ എന്തായാലും, കാരണം അത്ര നേരത്തെ അല്ലേ നമ്മൾ ചെന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ എന്നാലും കാര്യമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെ. ആരെ കാത്താണ് പിന്നെ നമ്മൾ നിൽക്കേണ്ടത്? ഒ പി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് ആരെ കാത്താ നിൽക്കേണ്ടത്? ഒന്ന് മെസ്സേജ് ചെയ്തേ, ആരെയാ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത്? ഡോക്ടറെ. ഡോക്ടർ വരാൻ എന്തായാലും ഒരു 9:30-10 മണിയാകും അല്ലെ. ഇനി റൗണ്ട്സ് ഒക്കെ കഴിയുന്ന വരുന്ന ഡോക്ടർ ആണെങ്കിൽ ഒരു 10:30 ആവും ഇവിടെ ഇരിക്കാനായിട്ട്, ഒ പിയിൽ ഇരിക്കാനായിട്ട്. ഓക്കെ.
അപ്പൊ അത്രയും നേരം നമ്മള് 5 മണിക്ക് പോകുന്ന ആളാണെങ്കിൽ പിന്നെയും നമ്മൾ 10 മണി വരെ എന്ത് ചെയ്യണം? ഡോക്ടറെ വെയിറ്റ് ചെയ്യണം. ഇനി ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം? നമ്മള് മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം അല്ലെ? അവിടെയും ധാരാളം പേഷ്യൻസ് ഉണ്ടാകും. അവിടെയും ചിലപ്പോൾ ടോക്കൺ നമ്പർ തരും. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? കുറെ അധികം നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മരുന്ന് കിട്ടുക. ഓക്കെ, ഇനി വേറെ ചില ടെസ്റ്റുകൾ ചെയ്യാൻ തന്നെന്ന് വിചാരിക്കുക ഡോക്ടർ. അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെയും പേഷ്യൻസ് ഉണ്ടാകും. ശരിക്കും പറഞ്ഞാല് നമ്മള് ഉച്ച തിരിഞ്ഞ് ഒരു 3 മണി 4 മണിയൊക്കെ ആവുമ്പോഴാണ് എന്ത് ചെയ്യുക? നമ്മള് വീട്ടിലെത്തുക. ശരിയല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റലുകളിൽ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ കുറച്ച് പ്രോബ്ലംസ് അതിനകത്തുണ്ട് കേട്ടോ. അത് ഞാൻ ഇനി അടുത്തത് പറയാം. അപ്പോ ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് മിനിമം വെയിറ്റിംഗ് ആണ്. ക്ലീൻലിനെസ്, അതായത് ശുചിത്വം ഉണ്ടായിരിക്കുക, നല്ല വൃത്തി ഉണ്ടായിരിക്കുക, ഹൈജീൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു സ്ഥലത്തേക്കാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴും ആദ്യം നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കുക അല്ലെ? ചില ആളുകളുണ്ട് ചായ കുടിക്കാനായിട്ട് ചായക്കടയിലൊക്കെ കയറുമ്പോ ചുറ്റുപാടും ഒന്ന് നോക്കുക. അവിടെ ഹൈജീൻ അല്ല, അല്ലെങ്കിൽ അവിടെ വൃത്തി ഇല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോരുന്നത് കാണാനായിട്ട് പറ്റും. ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെ? ചില ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്, ചില ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ. അവർക്ക് എങ്ങനെയെങ്കിലും ചായ കുടിച്ചാൽ മതി, വേറെ വൃത്തിയും കാര്യങ്ങളൊന്നും അവരുടെ വിഷയമല്ല. പക്ഷെ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നല്ലതല്ല എങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? തിരിച്ച് ഇറങ്ങി പോരാറുണ്ട് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലും ഇങ്ങനെ തന്നെയാണ്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പേഷ്യൻസ് വരുന്ന സ്ഥലമാണ്. ധാരാളം അണുക്കൾ കാര്യങ്ങൾ ജേംസ് ഉണ്ട് അല്ലെ? അതും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ജേംസ് ആണുള്ളത്, ഇൻഫെക്ഷസ് ആയിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ വൃത്തി അല്ലെങ്കിൽ ക്ലീൻനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശുചിത്വത്തോടെ അല്ല, ഹൈജീൻ ആയിട്ടല്ല അതായത് ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ഹൈജീൻ അല്ലെങ്കിൽ അവിടെ പേഷ്യൻസ് നിൽക്കില്ല, അത് തിരിച്ചു വരും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുഡ് ആംബിയൻസ്, നല്ല ഒരു ആംബിയൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ കയറി ചെല്ലുമ്പോഴും 2 രീതിയിലുള്ള ആംബിയൻസ് ആണ് ഉണ്ടാവുക. എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രത്യേകത? ഹോസ്പിറ്റൽ ആംബിയൻസിന്റെ പ്രത്യേകത എന്താ? എന്തായിരിക്കും? സൈലന്റ് ആയിരിക്കില്ലേ? ഭയങ്കര ഒച്ചപ്പാട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ? അവിടെ ഭയങ്കര സൈലന്റ് ആയിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ ആളുകൾ ഉണ്ടോന്ന് പോലും നമുക്ക് ചിലപ്പോൾ സംശയം വരും. അത്രമാത്രം സൈലന്റിലായിരിക്കും ആ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത്. അപ്പോ അധികം ഒച്ചപ്പാടും ബഹളമൊക്കെ ഇല്ലാതെ പേഷ്യൻസിനായാലും അവിടെ വരുന്ന വിസിറ്റേഴ്സിനായാലും നല്ല രീതിയിൽ ഒരു ആംബിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഡ്യൂട്ടി. അത് OPDയുടെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാൻറ്റീൻ അല്ലെ? ഇപ്പൊ പേഷ്യൻസ് ആയാലും വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്കിങ്ങിനായിട്ടോ ചായ കുടിക്കാനോ മറ്റു വെള്ളം കുടിക്കാനോ ഒക്കെ എന്ത് വേണം? ക്യാൻറ്റീൻ ആവശ്യമാണ് അല്ലെ? അപ്പോ അതും OPDയുടെ ഇതിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റ് ഹിയറിംഗ് ആണ്. പേഷ്യന്റ് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്കറിയാം രോഗി വരുന്നത്, ഒരു പേഷ്യന്റ് വരുന്നത് പലതരത്തിലുള്ള ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെന്റ്, ആൻസൈറ്റി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇമോഷനോടെയാണ് ആര് വരുന്നത്? പേഷ്യന്റ് വരുന്നത്. അപ്പോ റിസപ്ഷനിൽ ചെന്ന് പേഷ്യന്റ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം ഉണ്ടാകാം, അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ നമുക്ക് പേഷ്യൻസിൽ കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ളൊരു പേഷ്യൻസ് ചിലപ്പോൾ ചൂടായി സംസാരിച്ചാലും എന്ത് ചെയ്യണം? നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, ആ പേഷ്യന്റിന് പറയാനുള്ള കാര്യം എന്താണോ അത് മുഴുവനായിട്ട് കേൾക്കുക. അത് OPDയിലുള്ള അല്ലെങ്കിൽ OPDയിൽ നിൽക്കുന്ന സ്റ്റാഫുകളാണെങ്കിൽ കൂടിയും അവർക്ക് എന്താണോ പറയാനുള്ളത് അത് വ്യക്തമായിട്ട് കേൾക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, വെന്റിലേഷൻ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു സഞ്ചാരം ഉണ്ടാവുക. ഓക്കെ, അതായത് വാതിലുകളും ജനലുകളൊക്കെ പ്രോപ്പറായിട്ട് ഓപ്പൺ ചെയ്തിടുക, നല്ല രീതിയിൽ വെന്റിലേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ, അതായത് കുടിവെള്ളം ഉണ്ടായിരിക്കുക.
ആവശ്യത്തിന് വേണ്ട കുടിവെള്ളം ആയാലും വെള്ളം വേണ്ടേ ഹോസ്പിറ്റലാവുമ്പോൾ പ്രവർത്തിക്കാനായിട്ട് പലതരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് അല്ലേ? ഹോസ്പിറ്റലിലെ വെള്ളത്തിന് എന്താണ് കുടിക്കാൻ ആവശ്യമായിട്ട് വരും. പിന്നെ ടോയ്ലറ്റ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വരും അല്ലേ? അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ സർജറി നടത്തുവാണെങ്കിലും എന്തെങ്കിലും പ്രൊസീജിയർ നടത്തുവാണെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ വെള്ളം ആവശ്യമാണ്. അപ്പോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ OPD ടൈമിങ്സ് ആണ്. OPD ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ് OPD പ്രവർത്തിക്കുന്നത്? എല്ലാ സമയവും OP പ്രവർത്തിക്കുമോ? ഇല്ല അല്ലെ? ഒരു സമയമുണ്ട് അല്ലെ? രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചില സമയത്ത് ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക. അപ്പോ അത് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ആളുകൾ ജോലിക്ക് വന്നത്. 3 ഷിഫ്റ്റുകളിലായിട്ടൊക്കെയാണ് എന്ത് വരിക OPDയുടെ ടൈം ഉണ്ടാവുക. ഓക്കെ. അപ്പൊ രാവിലെ മുതൽ ഉച്ച വരെയാണ് മിക്കവാറും OPകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചില ഹോസ്പിറ്റലിൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. മിക്കവാറും കൂടുതൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ രോഗികൾ OPയിൽ എത്തുന്നത് രാവിലെ തുടങ്ങി ഉച്ച വരെയുള്ള ആ ഒരു സമയത്താണ് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ? മാനേജീരിയൽ കൺസിഡറേഷൻ. നെക്സ്റ്റ് OPD പ്രോസസ് ഒന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ആ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതൊന്ന് ഒബ്സർവ് ചെയ്യുക കേട്ടോ. എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. നോക്കിയോ? ഇത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധമുണ്ടോ ഇതിന്? ഇപ്പൊ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡയഗ്രാം പോലത്തെ സംഭവം എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ടല്ലേ? പക്ഷെ കൂടുതൽ കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ. അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്താണെന്നല്ലേ. ആ നേരത്തെ പഠിച്ചതാണെന്ന് പറഞ്ഞാല് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ ഈ ഒരു പിക്ചറിലുണ്ട്. അപ്പൊ OPD പ്രോസസ് ആണ് കേട്ടോ. ആദ്യം എന്ത് ചെയ്യുന്നു? അറൈവൽ അറ്റ് OPD. പേഷ്യന്റ് ഹോസ്പിറ്റലിലെ OPDയിലേക്ക് വരുന്നു. അറൈവൽ അറ്റ് OPD. അതിനുശേഷം റിസപ്ഷനിലേക്ക് ചെല്ലുന്നു. അപ്പോ OPDയിലേക്ക് വരുന്നു, റിസപ്ഷനിൽ ചെല്ലുന്നു, അതിനുശേഷം രജിസ്ട്രേഷൻ ചെയ്യുന്നു. റിസപ്ഷനിൽ ചെന്നിട്ട് ചിലപ്പോൾ അവരോട് എൻക്വയറി നടത്താം. ഡോക്ടർ ഏതൊക്കെയാണ് അവൈലബിൾ എന്ന് ചോദിക്കാം, അവരുടെ ഫീസ് ചോദിക്കാം, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക? രജിസ്ട്രേഷൻ ചെയ്യുക അല്ലെ? യൂണിഡയറക്ഷണൽ ഫ്ലോ. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പേര്, അതുപോലെ മൊബൈൽ നമ്പറുടെ അഡ്രസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും. പിന്നെ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഫോം ഫിൽ ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ഉള്ള ഡിജിറ്റൽ സംവിധാനം ഉണ്ട്, അതിലൂടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്കൊരു ടോക്കൺ നമ്പർ ലഭിക്കുന്നു അല്ലെ? ടോക്കൺ നമ്പർ എന്തിനാ ലഭിക്കുന്നേ?
എന്തിനാ നമുക്ക് ടോക്കൺ നമ്പർ തരുന്നേ? ആരെ കാണാനാ ടോക്കൺ നമ്പർ തരുന്നേ? ഡോക്ടറെ കാണാനായിട്ടുള്ള ഒരു ടോക്കൺ നമ്പർ നമുക്ക് തരുന്നു. പിന്നീട് നമ്മള് ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിന് പുറത്തുള്ള വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യാട്ടോ. ഇമാജിൻ ചെയ്യുന്നുണ്ടോ? അപ്പോ എവിടെ വരെ എത്തി? നമ്മള് ഡോക്ടറുടെ റൂമിന് മുന്നിലുള്ള വെയിറ്റിംഗ് റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്. വെയിറ്റിംഗ് റൂമിൽ ഇരുന്നതിന് ശേഷം അതായത് ടോക്കൺ നമ്പർ ആകുന്നതിനനുസരിച്ചിട്ട് ആരുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു? ഡോക്ടർ അല്ലെ? നമ്മുടെ ടോക്കൺ നമ്പർ ആകുമ്പോൾ അവിടെ നിന്ന് അവര് വിളിക്കും. നേരെ നമ്മൾ ഡോക്ടറുടെ റൂമിലേക്ക് കിടക്കും. ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യും. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ എന്താണോ അത് നമ്മൾ പറയും. അപ്പോ പ്രൈമറി സിംറ്റംസ് നോക്കിയിട്ട് ഡോക്ടർക്ക് രോഗം പിടികിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? ഇൻവെസ്റ്റിഗേഷൻ അയക്കും. അപ്പൊ നിങ്ങൾ നോക്കിയ അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഒരു രീതി എന്ന് പറഞ്ഞാല് യൂണി ഡയറക്ഷണൽ ഫ്ലോ, അതായത് നേരെ പോകുന്ന ഒരു ക്രമം കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ റെഡ് കളറിൽ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നില്ലേ? കാണുന്നുണ്ടോ? റെഡ് കളർ ആരോ മാർക്ക്. ആ റെഡ് കളറിലുള്ള ആരോ മാർക്ക് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം അതിന്റെ ലെഫ്റ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന രണ്ട് കാര്യങ്ങളും കൂടി പറയാം. അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം പഠിക്കാനായിട്ട്. അപ്പോ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുവാണ്. അതിനുശേഷം ഡോക്ടറെ കാണുന്നു. അപ്പൊ സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി എന്താണ് രോഗമെന്ന് മനസ്സിലായി. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യുന്നു? അപ്പൊ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു. എന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ പേഷ്യന്റിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യാം? നഴ്സിന്റെ അടുത്ത് കൊടുത്തുവിടാം, ഫാർമസിയില്. ഓക്കെ, അപ്പൊ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയതിന് ശേഷം പിന്നീട് ഫാർമസിയില് പേഷ്യന്റ് ചെല്ലുവാണ്. ഫാർമസിയിൽ പേഷ്യന്റ് ചെല്ലുന്നു. അവിടെ നിന്നും നമുക്ക് ടോക്കൺ നമ്പർ കിട്ടും ഇല്ലേ? ഫാർമസിയിൽ ടോക്കൺ നമ്പർ ഉണ്ടാവില്ലേ? അവിടെ നിന്ന് ടോക്കൺ നമ്പർ വാങ്ങിക്കുന്നു. അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെയും നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഇനി അതിനുശേഷം നമ്മുടെ ടോക്കൺ നമ്പർ ആകുമ്പോൾ ഫാർമസിസ്റ്റ് നമ്മളെ വിളിക്കുന്നു. നമ്മൾ മരുന്ന് വാങ്ങുന്നു. ഡിപ്പാർച്ചർ, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇതാണ് ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന രണ്ടാമത്തെ ഫ്ലോ അതെന്ന് പറഞ്ഞാല് എവിടം വരെയാണ് എത്തുള്ളൂ നോക്കി. കൺസൾട്ടേഷൻ വിത്ത് ഡോക്ടർ. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർക്ക് പ്രൈമറി സിംറ്റംസ് യൂസ് ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല രോഗം എന്താണ്. ഇനി രോഗം എന്താണെന്ന് ഡോക്ടർക്ക് അറിയാം, പക്ഷെ അതൊന്ന് ഉറപ്പിക്കണം, കൺഫേം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റിയിലേക്ക് അയക്കുന്നു. അതായത് രോഗം ഇന്നതാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ MRI ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റേ എടുക്കാം. അതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുമല്ല, ഇനി ഡോക്ടർ പറയുവാണ് നിങ്ങൾ കാണേണ്ടത് എന്നെയല്ല, വേറൊരു ഡോക്ടറെയാണ്, മറ്റൊരു ഡോക്ടറെ കാണണം. അതായത് ഇതിനായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യുന്നു. അതായത് നമ്മളിപ്പോ ഒരു ഫിസിഷ്യനെ കാണാനായിട്ട് ചെല്ലുന്നു എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ കാണുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ഫിസിഷ്യനാണ്, പക്ഷെ അദ്ദേഹം പറയുവാണ് എന്നെയല്ല കാണേണ്ടത് പൾമണോളജിസ്റ്റിനെയാണെന്ന് പറയുവാണ്. അപ്പോ ആർക്കാണ് റെഫർ ചെയ്തത്? സ്പെഷ്യലിസ്റ്റിനാണ് എന്ത് ചെയ്തത്? റെഫർ ചെയ്തത്. അപ്പൊ അങ്ങനെയും സംഭവിക്കാം. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞല്ലോ. ഇൻവെസ്റ്റിഗേഷനില് നമ്മള് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എക്സ്റേ ചെയ്തു. ഇതുമായിട്ട് എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലണോ? എന്നല്ലേ, നമുക്ക് മരുന്ന് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ. നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു? ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നു.
ഡോക്ടറെ ടെസ്റ്റ് റിസൾട്ടുകൾ പരിശോധിക്കുന്നു, എന്നിട്ട് മരുന്ന് എഴുതുന്നു. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു. ദെൻ അതുമായിട്ട് ഫാർമസിയിൽ ചെല്ലുന്നു, അവിടെ നിന്ന് മരുന്ന് കളക്ട് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഈ ഒരു ഫ്ലോ ആണ്, അതായത് രണ്ട് രീതിയിലാണ് അതവിടെ വിവരിച്ചിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? നേരിട്ടാണെങ്കിൽ നമ്മൾക്ക് റെഡ് ആരോ മാർക്ക് നോക്കിയാൽ മതി. ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമില്ല, സ്പെഷ്യലിസ്റ്റിന്റെ ആവശ്യമില്ല. പക്ഷെ അവരുടെ ആവശ്യമുണ്ടെങ്കിൽ ഫ്ലോ വേറൊരു രീതിയിലാണ് പോവുക. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി നമുക്ക് അടുത്തത് മാനേജ്മെന്റ് സ്ട്രക്ചറും ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് PD ഒന്ന് നോക്കാം. മാനേജ്മെന്റ് സ്ട്രക്ചർ നോക്കാം ആദ്യം. അതായത് ഒരു ഘടന എന്താണെന്നാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഫ്ലോ ഓഫ് പേഷ്യന്റ് ഷുഡ് ബി സ്മൂത്ത്, ഈസി ആൻഡ് ക്വിക്ക്. അതായത് OPDയിലെ പേഷ്യന്റിന്റെ ഫ്ലോ, ഒഴുക്ക് കേട്ടോ. ഫ്ലോ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിരിക്കണം, ഈസി ആയിരിക്കണം, ക്വിക്ക് ആയിരിക്കണം. അതായത് എളുപ്പത്തിലുള്ളതും വേഗത്തിലുള്ളതും ആയിരിക്കുന്ന ഒരു ഫ്ലോ ആയിരിക്കണം എന്ത് OPDക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാം OPDയിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ തിരക്കുണ്ടെങ്കിൽ കൂടിയും ആ തിരക്ക് മാനേജ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. വളരെയധികം റഷ് ഒന്നും അവിടെ അങ്ങനെ അനുഭവപ്പെടാറില്ല. കാരണം പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ കണ്ടുപോകാവുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, OPDയുടെ അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പോ OPDയുടെ പേഷ്യന്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് എളുപ്പത്തിലുള്ളതും വേഗത്തിലുള്ളതും ആയിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പ്രൊവിഷൻ ഓഫ് സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്റ്റാഫ്. OPDയിൽ ആവശ്യത്തിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? OPDയില് സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? തിരക്ക് കൂടും അല്ലെ? ഭയങ്കരമായിട്ട് തിരക്കുണ്ടാവും അല്ലെ? ഓക്കെ ഓക്കെ, യെസ്. അപ്പോ മതിയായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം മതിയായി ഉണ്ടാവുക എന്നുള്ളതാണ്. പാർക്കിംഗ് സൗകര്യം കേട്ടോ, അതായത് പേഷ്യൻസ് വരുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനവും OPDയിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD. OPDയുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷണൽ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു OPDയിൽ ആരൊക്കെ വേണം എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അവര് OPDയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സെൻട്രൽ ടു ഓർഗനൈസേഷൻ ആണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ കേന്ദ്ര ഭാഗം എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളാണ്. രണ്ടാമത്തത് നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫിൽ വരുന്നവര് നഴ്സുമാരും വരും, അതുപോലെ തന്നെ ANMS. ANMSന്റെ ഫുൾ ഫോം ഓക്സിലറി നഴ്സ് മിഡ്വൈഫറീസ് അല്ലെങ്കിൽ മിഡ്വൈഫറി എന്ന് പറയും കേട്ടോ. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി, അതായത് ഈ ഡെലിവറി സമയത്തൊക്കെ നഴ്സുമാരെ സഹായിക്കുന്ന സൂതകർമ്മിണികളെയാണ് നമ്മൾ ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നഴ്സുമാരും അതുപോലെ തന്നെ ANMSഉം ഉണ്ടാകും. പിന്നെ സബ് സർവിയന്റ് സ്റ്റാഫിൽ വരുന്നതാണ് റേഡിയോളജി, ലബോറട്ടറി ആൻഡ് ECG. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒന്നുകൂടി പറയണോ? ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി. ഓക്സിലറി nurse midwiferys.
അല്ലെങ്കിൽ ഓക്സിലറി നഴ്സ് മിഡ് വൈഫ് എന്നും വരും കേട്ടോ. അപ്പൊ രണ്ട് രീതിയിൽ എഴുതാം. ഓക്സിലറി നഴ്സ് മിഡ് വൈഫ്, വൈഫറിന് വേണ്ട കേട്ടോ, അതൊന്ന് വെട്ടിക്കളയാ. മിഡ് വൈഫ്സ് എന്ന് എഴുതിയാൽ മതി. ഓക്സിലറി നഴ്സ് മിഡ് വൈഫ്സ്. സ്പെല്ലിംഗ് വേണോ? ആ, എഴുതിക്കോളൂ കേട്ടോ. ഓക്സിലറി നഴ്സ് മിഡ് വൈഫ് അങ്ങനെ മതി. AUXI LIARY auxiliary. AUXILIARY nurse അതറിയാലോ. NURSE nurse. midwife MIDWIFE midwife. auxiliary nurse midwife. ഓക്കെ, അപ്പൊ ഏനമിന്റെ ഫുൾ ഫോം ആണ് മിക്കവാറും ചോദിക്കുന്നത്. കൂടുതൽ ചാൻസ് ഇല്ല എന്നെല്ലാം പറയുവാണ്. അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? വൈഫറി അത് വേണ്ടിട്ട് അത് വെട്ടിക്കളഞ്ഞാൽ മതി. മിഡ്വൈഫ് എന്ന് മതി. ഇനി സബ്സെർവിയന്റ് സ്റ്റാഫില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ഉണ്ട്. ലബോറട്ടറിയിലെ ECGയിലെ ഇത്തരത്തിലുള്ള, അതായത് ECG പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകള്, ലബോറട്ടറിയിലുള്ള സ്റ്റാഫുകൾ, അത് അവരൊക്കെ പറയുന്നതാണ് സബ്സെർവിയന്റ് സ്റ്റാഫ് കേട്ടോ. പിന്നെ ക്ലറിക്കൽ സ്റ്റാഫ് ഉണ്ട്, അതായത് ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇത്തരത്തിലുള്ള സ്റ്റാഫുകളാണ് നമുക്ക് ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കുക. ഒരു OPDയുടെ ഓർഗനൈസേഷണൽ കമ്പോണൻസ് ആയിട്ട് നമുക്ക് ഇവരെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓക്കെ അല്ലേ? മാനേജ്മെന്റ് സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷണൽ കമ്പോണൻസ്. ഇനി നിങ്ങള് പ്രോബ്ലം സെറ്റ് OPD അതൊന്ന് റീഡ് ചെയ്യട്ടോ. അതൊരു 8 പോയിന്റ് ഉണ്ട്, അത് റീഡ് ചെയ്തോളൂ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തമ്പ് ചെയ്യണം. വെറുതെ റീഡ് ചെയ്താൽ പോരാ, അതൊന്ന് മനസ്സിലാക്കി റീഡ് ചെയ്യുക കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്രോബ്ലം സെറ്റ് ഒ പി ഡി ആണ് കേട്ടോ. നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഹോസ്പിറ്റലിന്റെ ഒ പി ഡിയിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവിടെയുള്ള പ്രോബ്ലംസ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തേത് കൊടുത്തിട്ടുണ്ട് ജനറൽ പ്രോബ്ലംസ്, അതായത് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ. ആശുപത്രിയിൽ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണാറുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് താഴെ 8 പോയിന്റുകളിലായിട്ട് പറയുന്നത്. ഓക്കെ, ഏകദേശം ഒരു ധാരണ കിട്ടിയോ വായിച്ചു കഴിഞ്ഞപ്പോ? എന്തെങ്കിലും മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. It is found that there are a large number of patients waiting in front of the doctor's room. This is mainly due to insufficient number of doctors to serve as compared to the number of patients who arrive at the clinic. Okay, അതായത് ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള അപര്യാപ്തത, അതായത് ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ്. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രോബ്ലം കേട്ടോ. നമ്മളൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്, അല്ലെ? പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ ഒരു പ്രോബ്ലം നമ്മൾ നേരിടാറില്ലേ, ഫേസ് ചെയ്യാറില്ലേ? ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ് ഫേസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഈ ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നു കഴിഞ്ഞാല് കൂടുതൽ പേഷ്യൻസ് ഡോക്ടേഴ്സിന്റെ മുറിക്ക് മുന്നില്, റൂമിന് മുന്നില് കാത്തു നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, 2 ഡോക്ടറോ 3 ഡോക്ടറോ ഇരിക്കേണ്ട സ്ഥാനത്ത് ചിലപ്പോ ഒരു ഡോക്ടറാവും ഉണ്ടാവുക. അപ്പോ അദ്ദേഹത്തിന്റെ റൂമിന് മുന്നിൽ എന്ത് ചെയ്യും? പേഷ്യൻസ് പുറത്ത് കാത്തു നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോ ഇത് ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതായത് ക്ലിനിക്കിലെത്തുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെത്തുന്ന രോഗികളുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്. ചിലപ്പോ പേഷ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോ 500 പേഷ്യൻസ് ഉണ്ടാകാം. ഓക്കെ, 500 പേഷ്യൻസിനെ നമ്മൾ 1-2 ഡോക്ടർമാര് മതിയാകുമോ നോക്കാനായിട്ട്? ഒരു ദിവസം കൊണ്ട് നോക്കി തീരുമോ? നോക്കിയൊക്കെ തീരും, പക്ഷെ മര്യാദയ്ക്ക് നോക്കുവോ? ഒരിക്കലും ഇല്ല, അല്ലെ? അപ്പോ 100 ഡോക്ടർമാർക്ക് 2 ഡോക്ടർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന രീതിയിലോ എന്ത് ചെയ്യണം? ഒരു പ്രൊപ്പോർഷൻ ഉണ്ടാക്കാന്നുള്ളതാണ്, ഒരു അനുപാതം ഉണ്ടാക്കാന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഇത്ര രോഗികൾക്ക് അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസിന് ഇത്ര ഡോക്ടർ എന്നുള്ള ഒരു രീതി, റേഷ്യോ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം, അല്ലെ? പക്ഷെ പല ഹോസ്പിറ്റലുകളിലും അങ്ങനെ ചെയ്യാറില്ല. കൂടുതൽ പേഷ്യൻസ് ഉണ്ടാവാണ് പതിവ്, ഒരിക്കലും കൂടുതൽ ഡോക്ടർമാർ ഉണ്ടാവാറില്ല. അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും വലിയ പ്രശ്നങ്ങളായിട്ട് തീരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടർമാരുടെ അല്ലെ പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളത് ഒ പി ഡിയിലെ വലിയൊരു പ്രോബ്ലം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. Appointment patient has no priority over a non-appointment patient. This creates congestion in the clinic during the beginning of the day. അതായത് ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഉചിതമല്ലാത്ത അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോയിന്റ്മെന്റ് എടുത്ത ഒരു പേഷ്യന്റിന് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത ഒരു പേഷ്യന്റിനേക്കാൾ പ്രയോറിറ്റി ലഭിക്കുന്നില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസിനേക്കാളും പ്രയോറിറ്റി കിട്ടുന്നില്ല. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മള് ഡോക്ടറെ കാണാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യും? ബുക്ക് ചെയ്യും, അല്ലെ? ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് പറയും ഇത്ര സമയമാകുമ്പോ വരാനായിട്ട് പറയും.
ഇപ്പൊ നമ്മള് തലേ ദിവസം വൈകുന്നേരം ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളോട് ഒരു 11 മണിയാകുമ്പോൾ ചെല്ലാനായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 11 മണിയാകുമ്പോൾ ചെന്നാൽ മതിയല്ലോ എന്നോർത്തിട്ട് നമ്മൾ ആ കറക്റ്റ് സമയത്തിന്, ചില ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലായിടത്തും അല്ല. 11 മണിയാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ കുറേയധികം പേഷ്യൻസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനകത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസും ഉണ്ടാകും. പക്ഷേ അവര് 9 മണിക്ക് വന്ന് ഫയൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കാണ് ആദ്യം കാണാൻ പറ്റുന്നേ? നമ്മൾ ഫയൽ എടുക്കണമെങ്കിൽ നമ്മളോട് ഫീസ് അടക്കണ്ടേ, എന്നാലേ നമുക്ക് ഫയൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആർക്കാണ് ആദ്യം ഇവിടെ കാണാൻ പറ്റുന്നേ? അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യന്റിനാണ് ആദ്യം ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? ആണോ? യെസ്, എടുക്കാത്തവർക്ക് മുൻഗണന ലഭിക്കും, അല്ലെ? അപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം, അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യന്റ് ആണെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യന്റിനേക്കാൾ പ്രയോറിറ്റി അവർക്ക് ലഭിക്കുന്നില്ല, മുൻഗണന ലഭിക്കുന്നില്ല. അപ്പോ ഇതുപോലെ തന്നെ ഒരു കൂട്ടം അപ്പോയിന്റ്മെന്റ് എടുക്കാത്ത പേഷ്യൻസ്, അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസ് എവിടെ ഉണ്ടാകും? ഹോസ്പിറ്റലിലേക്ക് വരും. ഓക്കെ, അപ്പൊ 1 or 2 പേരല്ല, ഇതുപോലെ തന്നെ പലരും അപ്പോയിന്റ്മെന്റ് തലേ ദിവസം എടുത്തിട്ടുണ്ടാവും. ചിലരാണെങ്കിൽ എടുക്കാതെ വരും. അപ്പോ ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ വരുമ്പോൾ എന്തുണ്ടാകും? ഹോസ്പിറ്റലില് തിരക്കുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സമയം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ തിരക്കുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അവിടെ ഉണ്ടാകണം എന്നില്ല. പ്രോപ്പർ ആയിട്ട് ഒരു ഇത് കൊടുക്കുവാണ്, അതായത് നിങ്ങൾ ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്താണ് ഡോക്ടറെ കാണേണ്ടത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി രോഗിക്ക്, അല്ലെ? അപ്പൊ കറക്റ്റ് സമയത്ത് അവര് വരികയും കറക്റ്റ് ആയിട്ട് ഫയൽ എടുക്കുകയും കറക്റ്റ് സമയത്ത് ഡോക്ടറെ കണ്ട് തിരിച്ചു പോകാനും പറ്റും. അപ്പൊ അവിടെ ഒരു തിരക്ക് നമുക്ക് അനുഭവപ്പെടില്ല. കാരണം ഒരു പേഷ്യന്റ് പോകുമ്പോഴായിരിക്കും മറ്റൊരു പേഷ്യന്റ് വരിക. അപ്പോ തിരക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറില്ല. അത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാകാം ഇത്തരത്തില് കുറേയധികം ലേറ്റ് ആകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാഷുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത. അപ്പൊ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലേ, ഞാൻ കഴിഞ്ഞിട്ടാണല്ലോ ആ ചേച്ചി വന്നത്, പക്ഷെ ആ ചേച്ചിയാണല്ലോ ആദ്യം ഡോക്ടറെ കണ്ടത്, ഇല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ലേ? അല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നേ, അങ്ങനെ നമ്മൾ ചിന്തിക്കും, ഇല്ലേ? നിങ്ങൾ ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? ആ, അതെന്തുകൊണ്ടാ? അപ്പോയിന്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടക്കാത്തതിന്റെ കുഴപ്പമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോ അത് ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അതൊരു OPD-യിൽ ഒരു പ്രോബ്ലം ആണ്. അവര് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തത് കൊണ്ടുപോയി കഴിഞ്ഞാല് യാതൊരു പ്രശ്നമില്ല, ആളുകൾ ഇങ്ങനെ തിങ്കിങ് ഒന്നും വരില്ല. ഇനി ചിലവര് പ്രശ്നം ഉണ്ടാക്കും, അല്ലെ? ചിലപ്പോ നമ്മളെ കഴിഞ്ഞ് വന്ന പേഷ്യൻസ് ചിലപ്പോ ആദ്യം കയറും. അത് 1 or 2 പേരായിരിക്കില്ല, ചിലപ്പോ 5 or 6 ഒക്കെ കയറിയിട്ടായിരിക്കും നമ്മൾക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും? ചില ആളുകൾ പ്രശ്നം ഉണ്ടാക്കും, റിസപ്ഷനിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും, ഡോക്ടറുടെ അടുത്ത് ഇരിക്കുന്ന നഴ്സിംഗ് അസിസ്റ്റന്റിനോട് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം കൊണ്ടാണ് ആ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത് കേട്ടോ. Then മൂന്നാമത്തെ പോയിന്റ്, ലോങ് വെയിറ്റിംഗ് ടൈം അറ്റ് മെഡിസിൻ റൂം. അതൊരു പ്രോബ്ലം തന്നെയാണ്, അല്ലെ? After patients receive the prescription from the clinic counter, patients are directed to the medicine room to remit the fee and receive the medicine. Long waiting time at medicine room. മെഡിസിൻ റൂമിലെ ദീർഘമായിട്ടുള്ള കാത്തിരിപ്പ്. അതായത് രോഗികൾ ക്ലിനിക് കൗണ്ടറിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ സ്വീകരിച്ചതിന് ശേഷം നേരിട്ട് മെഡിസിൻ റൂമിലേക്ക് പോകുന്നു. അവിടെ ഫീസ് അടച്ചിട്ടാണ് മെഡിസിൻ വാങ്ങുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മെഡിസിൻ കിട്ടണമെങ്കിൽ കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? ആദ്യം നമ്മള് OP ചീട്ട് എടുക്കാനായിട്ട് കുറെ അധികം വെയിറ്റ് ചെയ്യണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാര്യം പറയുകയാണെങ്കിൽ OP ചീട്ട് എടുക്കുന്നതിന് വേണ്ടി കുറെ അധികം നമ്മള് വെയിറ്റ് ചെയ്യണം.
അതിനുശേഷം ഡോക്ടറെ കാണണമെങ്കിൽ കുറെ നേരം വെയിറ്റ് ചെയ്യണം. അപ്പൊ തന്നെ ഉച്ചയായിട്ടുണ്ടാകും. അതിനുശേഷം വീണ്ടും മരുന്ന് മേടിക്കാൻ വീണ്ടും വെയിറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരു ഭയങ്കരമായിട്ട് ദേഷ്യം വരും അല്ലെ? വരട്ടായിരുന്നു എന്ന് തോന്നിപ്പോകും അല്ലെ? ഇതിലും ഭേദം രോഗം സഹിച്ച് വീട്ടിൽ തന്നെ കിടക്കുന്നതാണെന്ന് ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട്. അപ്പോ ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം വരാറുണ്ട്. ഓക്കെ, അപ്പോ മരുന്നിനായാലും നമ്മള് ദീർഘനേരം എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ, അതായത് ലോങ് ടൈം ആയിട്ട് ഹോസ്പിറ്റൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതും ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് ആണ് കേട്ടോ. ഷോർട്ടേജ് ഓഫ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളുടെ കുറവാണ്. പല ആശുപത്രികളിലും വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ടോയ്ലറ്റ് സംവിധാനം ഉണ്ടായിരിക്കില്ല, വെള്ളം കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടറിനുള്ള സംവിധാനം ഉണ്ടായിരിക്കില്ല, ഇരിക്കാൻ ചെയർ ഉണ്ടാവില്ല അല്ലെ? ചില സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഫാൻ ഉണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല, അങ്ങനെ കുറെ അധികം. ചെയർ ഇല്ലാത്തതാണ് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെ? ആൾക്കാരുടെയൊക്കെ തിരക്ക് വരുന്ന സമയത്ത് ചില ആളുകൾ മാറി തരില്ല അല്ലെ? നമ്മൾ ബസ്സിൽ ഇരിക്കുന്ന പോലെയാണ്, ഒട്ടും തന്നെ മാറി തരില്ല, നീങ്ങില്ല അവിടെ. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും അവര് പറയും അവർക്കും ബുദ്ധിമുട്ടുണ്ട്, അവരും രോഗവുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അവര് പറയും. അങ്ങനെയാണ് നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യായീകരണം നടത്താൻ പറ്റില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, നമ്മളിപ്പോ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണാനായിട്ട് വന്നു എന്ന് വിചാരിക്കും കാഷ്വാലിറ്റിയിൽ. അപ്പൊ കാഷ്വാലിറ്റിയിൽ ഒരു നീണ്ട ക്യൂ നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെന്ന് നമ്മൾ പറയും എനിക്ക് എമർജൻസി ആണ്, എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അവര് പറയും അവർക്കും പ്രശ്നമുണ്ട്, അവരും കാണാൻ നിൽക്കുകയാണെന്ന് പറയും. അപ്പൊ ഒരു ന്യായീകരണവും പറയാൻ പറ്റാത്തൊരു സ്ഥലമാണെന്ത് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? ഇത്തരത്തിൽ, അതായത് പലതരത്തിലുള്ള ഫെസിലിറ്റീസിന്റെ കുറവുണ്ടാകും അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ പ്രശ്നം വരുന്നത്. ഇപ്പൊ കാഷ്വാലിറ്റിയില് ഒരു ഡോക്ടർക്ക് പകരം ഒരു 4 ഡോക്ടർ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, കാരണം നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെ? പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരു ഡോക്ടർ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇത്രയും സൗകര്യം പോരാ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ചെയർസ് ഉണ്ടാവില്ല, ടോയ്ലറ്റിന്റെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള പല സൗകര്യങ്ങളിലുള്ള കുറവും ഹോസ്പിറ്റലിൽ നേരിടുന്നുണ്ട്. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ഓക്കെ, അതായത് ചില ആളുകൾക്ക് ആശുപത്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യൻസിന് കൊടുക്കേണ്ടതെന്ന് അറിയാനായിട്ട് സാധിക്കില്ല. അവര് ജോലിക്ക് കയറുന്നുണ്ടെന്ന് ഓക്കെ, ജോലി ചെയ്യാനാണ് കയറിയിട്ടുള്ളത്, പക്ഷേ അവർക്ക് ട്രെയിനിങ്ങിന്റെ അപര്യാപ്തത ഉണ്ടാവും. ഓക്കെ, വേണ്ടത്ര പരിശീലനം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മള് ഹോസ്പിറ്റലുകളിൽ ആളുകളെ ജോലിക്ക് എടുക്കേണ്ടത്. ഇപ്പൊ അറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ 1 മാസം 3 മാസമൊക്കെ നമുക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും, ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ആ കാലയളവിൽ നമ്മൾ ആ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ പിന്നീട് ജോലി ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തില് ട്രെയിനിങ് കൊടുക്കാത്ത ആളുകളുണ്ട്. അപ്പോ അവരുടെ ചില ശ്രദ്ധക്കുറവ് മൂലം ചില പ്രശ്നങ്ങൾ ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് ഇൻസഫിഷ്യന്റ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ പേഴ്സണൽ കൺസേണിങ് ആംബുലേറ്ററി കെയർ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഞാൻ ഇനി മൈക്ക് ഓൺ ചെയ്യാം, 4 മിനിറ്റ് ഉള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ നിർത്തിയത് ജനറൽ പ്രോബ്ലംസിൽ. ബാക്കി എന്തെങ്കിലും കാര്യത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
വാമത്ത് എന്ന് പറഞ്ഞാൽ ഊഷ്മളതയാണ് കേട്ടോ. ഊഷ്മളത എന്ന് പറയും. അതങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഊഷ്മളത, വാമത്ത്. ഊഷ്മളമായ പെരുമാറ്റം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. സബ്സർവിയന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് ആരൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്നാണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, ലബോറട്ടറിയില്, ECG ഇത്തരത്തില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സബ്സർവിയന്റ് സ്റ്റാഫ് എന്നാ പറയാ. ഹലോ ഹലോ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പം ജനറൽ പ്രോബ്ലംസ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, ഇൻസഫിഷ്യന്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ്. പക്ഷെ ഇപ്പം സപ്പോസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേറെ 2 or 3 ഡോക്ടേഴ്സ്, അതായത് ഒരു ജനറൽ മെഡിസിനിലോ അല്ലെങ്കിൽ ഫിസിഷ്യനോ ഇപ്പൊ 2 or 3 ഡോക്ടേഴ്സ് ഉണ്ടെന്ന് കരുതാം. നോട്ട് ഇൻസഫിഷ്യന്റ്, സഫിഷ്യന്റ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോ മിക്കപ്പോഴും ഈ പേഷ്യൻസ് ചിലപ്പോൾ ഒരു ഡോക്ടറേക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഡോക്ടർക്കായിരിക്കും ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, ബാക്കി അധികം ഡോക്ടേഴ്സിനൊന്നും അധികം പേഷ്യൻസ് ഉണ്ടാവില്ല. സെയിം ഫിസിഷ്യനാണെങ്കിൽ പോലും എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഡോക്ടർ, മോസ്റ്റ് ഓഫ് പേഷ്യൻസ് ലൈക്ക് 1 ഡോക്ടർ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറായിരിക്കും കാണാനായിട്ട്. അപ്പൊ അവിടെ അങ്ങനെ തിരക്കുണ്ടാവും. അത് നമ്മളുടെ OPDയുടെ പ്രോബ്ലം ആയിട്ട് കണക്കാക്കൂലല്ലോ. മിക്കവാറും ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പല ഹോസ്പിറ്റലും, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കേസ് എനിക്ക് അറിയില്ല. ജനറൽ ഹോസ്പിറ്റൽ, അതായത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ കൂടുതലും ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് തന്നെയാണ് രോഗികൾ ബുദ്ധിമുട്ടുന്നത്. അത് രാത്രി ആയാലും രാവിലെ ആയാലും. നമ്മളിപ്പോ ഒരു കാഷ്വാലിറ്റിയിൽ ചെന്നെന്ന് വിചാരിക്കുക, രാത്രി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ ചെന്നെന്ന് വിചാരിക്കുക, ഭയങ്കരമായിട്ടുള്ള ക്യൂ ആണ് അവിടെ ഉണ്ടാവുക. ഒരു ഡോക്ടറെ ഉണ്ടാവുള്ളൂ. അവിടെ പേഷ്യൻസ് ബുദ്ധിമുട്ടുന്നത് ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവുണ്ടാവും. 2-3 ഡോക്ടേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അതല്ല ഞാൻ ചോദിച്ചത്. ഓക്കെ, അത് മനസ്സിലായി. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് കരുതാം, 2-3 ഡോക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ഫിസിഷ്യൻ ആണെങ്കിൽ, ഒരു ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ 2-3 ഡോക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. സഫീഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പേഷ്യന്റ് വരുമ്പോ ചിലപ്പോ മിക്കപ്പോഴും പേഷ്യൻസ് ഒരു ഡോക്ടർ, മിക്കപ്പോഴും ഏതെങ്കിലും ഒരു ഡോക്ടറെ ആയിരിക്കും പേഷ്യൻസിന് കൂടുതൽ ഇഷ്ടം. ഈ 2-3 ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു ഡോക്ടർക്കായിരിക്കും കൂടുതൽ തിരക്ക്. മനസ്സിലായോ? അപ്പൊ അവിടെ തിരക്കുണ്ടാകും. ജനറൽ മെഡിസിൻ ആയതുകൊണ്ട് തിരക്കുണ്ടാകും. പേഷ്യൻസ് കൂടുതൽ വരുന്നത് ജനറൽ മെഡിസിനിലായിരിക്കും. അപ്പൊ തിരക്കുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ആ തിരക്ക് വരുന്നത് അതൊരു OPDയുടെ പ്രോബ്ലം ആയിട്ട് വരും, ജനറൽ പ്രോബ്ലം ആയിട്ട് കണക്കാക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ തിരക്ക് വന്നാല് ആ പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഡോക്ടറെ തന്നെ കാണണം എന്നാണ് നിർബന്ധം പിടിക്കുന്നെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് മറ്റു രോഗികളും മറ്റു ഡോക്ടേഴ്സിനെ കാണും. അവിടെ പ്രശ്നം ഉണ്ടായില്ല. താല്പര്യമാണ് അവിടെ നോക്കുന്നത്, ഇൻട്രസ്റ്റ് ആണ് നോക്കുന്നത്. അതായത് പേഷ്യൻസിന് ആ ഡോക്ടറെ തന്നെ കാണണം എന്നാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും അവിടെ OPDയുടെ പ്രോബ്ലം അല്ല. അത് ആ പേഷ്യന്റിന്റെ ഇൻട്രസ്റ്റ് ആണ് അവിടെ നോക്കുന്നത്. ഇത്തരത്തില് കൂടുതലായിട്ട് നോക്കാറുണ്ട്. അപ്പൊ ചില ഡോക്ടേഴ്സ് നന്നായിട്ട് നോക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അതായത് വീട്ടില് നോക്കുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിൽ നോക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ തിരക്കും കൂടുതലായിരിക്കുള്ളൂ. അതിനനുസരിച്ച് പേഷ്യൻസ് ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കും കാണാനായിട്ട്. അവർക്കറിയാം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അവരുടെ ആവശ്യമാണ്,
പേഷ്യന്റിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് അപ്പൊ ഒ പി ഡിയിൽ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഒ പി ഡിയിലുള്ള ആരെയും തന്നെ ഇത് ബാധിക്കുന്നില്ല. പേഷ്യന്റ് ആ ഡോക്ടറെ തന്നെ കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ അവരത് കണ്ടിട്ടേ പോവുള്ളൂ. എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ കാണാൻ തയ്യാറാണ്. ഡോക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പ്രശ്നം വന്നിട്ടുള്ളതെങ്കിൽ അത് ഒ പി ഡിയുടെ പ്രശ്നമായിട്ട് കാണും. ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനി ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. Okay, thank you, ma'am. Thank you, Miss. താങ്ക് യു.